മായമ്മയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അറിയാൻ വേണ്ടി ഒരു പ്ലാൻ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെ പറയാം. അച്ഛൻ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അച്ഛന് തല്ലി കിട്ടിയ യാതൊരു കുഴപ്പമില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്. അതമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണോ എന്ന് അറിയണം. ചേച്ചി എന്താ ഉദ്ദേശിക്കണേ? വെള്ളിച്ചം പോയ സ്റ്റേജിന്റെ തല്ല് വാങ്ങിക്കണം എന്നാണോ ചേച്ചി പറയുന്നത്? അത് റിസ്കാ. അടിയുണ്ട്. സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? ഒരു പഴയ ഐഡിയ ആണ്, ഒന്ന് ട്രൈ ചെയ്താലോ? എന്താ ഐഡിയ? അച്ഛൻ ഒരു ചെറിയ നെഞ്ചുവേൻ അഭിനയിക്കും. അഭിനയിക്കണോ? അത് വാണിയമ്മയ്ക്ക് മനസ്സിലാവൂലേ? അതൊക്കെ അച്ഛൻ ഒറിജിനൽ ആയിട്ട് അഭിനയിച്ചോളൂ. അതെങ്ങനെ അവിടെ കണ്ടുപിടിച്ചാലോ? അച്ഛാ, ഞാൻ അച്ഛനെ പുകഴ്ത്തി പറയുവാണെന്ന് വിചാരിക്കുന്നു. 10-15 കൊല്ലം അമ്മയോട് ജോലിക്കോ എന്ന് പറഞ്ഞ് പറ്റിച്ചതല്ലേ? അമ്മ ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് വർഷം എടുത്തില്ലേ? അപ്പ അച്ഛന് നെഞ്ചുവേനൊക്കെ ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റും. ഒന്ന് പൊടി, അതിന്റെ ഇടയ്ക്ക് അവളെ ഒന്ന് കളിയാക്കണം. അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇത് വർക്കൗട്ടാവും, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാല്ലേ? വേറെ വഴിയൊന്നുമില്ലേ? ട്രൈ ചെയ്യാം. അമ്മയ്ക്ക് അച്ഛനോട് എന്തെങ്കിലും സിമ്പതിയോ സ്നേഹമോ ഉണ്ടോന്ന് മനസ്സിലാക്കിയാ നമുക്ക് അതിൽ പിടിച്ചു കയറാം. എന്നാ പിന്നെ നോക്കാല്ലേ? ഒന്നുമില്ല, നെഞ്ചുവേന വന്ന അഭിനയിച്ചു നോക്കിയതാണ്. ഇപ്പഴല്ല, ഞങ്ങളൊന്ന് പോട്ടെ. എന്നിട്ട് അമ്മയ്ക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ദൂരെ നിന്ന് അഭിനയിക്ക് കാണിക്കണം. ഓക്കെ. അപ്പൊ സമയ സന്ദർഭം നോക്കി അച്ഛൻ വർക്കൗട്ടെ, ഞങ്ങൾ കൂടെ ഉണ്ട്. വെള്ളിച്ചം കൊളാക്കോ? ഹേയ്, അച്ഛൻ കൊള്ളൊന്നും ആകത്തില്ല. ആവശ്യം അച്ഛന്റെ കൂടെ ആണല്ലോ. മൂന്നും കൂടി എന്തോ ഒപ്പിച്ച മട്ടുണ്ടല്ലോ. ഒന്നുമില്ല അമ്മ, ഞങ്ങള് വെറുതെ. എന്ത് വെറുതെ? കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല കുഞ്ഞമ്മ. നിന്നോട് ഞാൻ ചോദിച്ചോ? ഞാനേ ദാ ഇവളോടാ ചോദിച്ചത്. എന്താടി കാര്യം? ഒന്നുമില്ല അമ്മ. ദേവു, നീ എന്റെ കയ്യിൽ നിന്ന് വെറുതെ വാങ്ങിക്കരുത്. മര്യാദക്ക് സത്യം പറഞ്ഞോ? അതൊന്നും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റില്ലെന്നോ? മര്യാദക്ക് സത്യം പറടി, സത്യം പറടി. അഞ്ജു, നീ എന്തായി കാണിക്കുന്നത്? ഇവര് കൊച്ച കുട്ടികളല്ലേ? ഇവരിങ്ങനെ തല്ലാൻ പാടുണ്ടോ? എടാ പ്രകാശ, നീ നിന്റെ ഭാര്യനെ അടക്കി ഒതുക്കി ഇരുത്തിക്കോളും. ഇനി മേല കുട്ടികളെ തല്ലരുതെന്ന് പറയണം. മക്കളെ, ഇനി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മായമ്മയോട് പറയണം. ശരി മായമ്മ. ബാക്കി കാര്യം മായമ്മ നോക്കിക്കോളും. ഓക്കെ? ഇത് നല്ല കൂത്ത്. ഇവരല്ലേ ഇവരുടെ മോനെ നമ്മുടെ മുന്നിൽ വെച്ച് തല്ലിയത്. എന്നിട്ട് എന്റെ മോളെ തല്ലരുതെന്ന് എന്നെ ഉപദേശിക്കുന്ന കൊള്ളാലോ. മായമ്മ പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മ എന്നെ പേടിപ്പിക്കുകയോ തല്ലിയോ ചെയ്ത ഞാൻ മായമ്മയോട് പറഞ്ഞു കൊടുക്കും. ആ, ഞങ്ങളും പറയും. മായമ്മയ്ക്ക് ദേഷ്യമെന്നറിയാലോ. കുഞ്ഞമ്മയുടെ കഴുത്ത് വീണ്ടും നീളും.